ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം. മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗധർമ്മം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. സർവമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ്? മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്. അതിനെ സനാതന തത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണ്ണാശ്രമധർമ്മം. ചാതുർവർണ്ണ്യപ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ്? കുലത്തൊഴിലിനെയാണ്. ശ്രീനാരായണ ഗുരു ചെയ്തതോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാകുക? ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിൻ്റെ സന്യാസ ജീവിതം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകും? വർണ്ണവ്യവസ്ഥയ്ക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ 3 ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ 3ാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു. ഗോത്രവ്യവസ്ഥ പിൻവാങ്ങി വർണ്ണവ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിൻ്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം. അതുപോലും എന്താണ് ധർമ്മമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ സംശയത്തിൻ്റെ ചോദ്യചിഹ്നമുയർത്തി
പിൻവാങ്ങുന്നതേയുള്ളൂ. ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രർ ഉടലോടെ സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ അതുവരെ അധർമ്മത്തിൻ്റെ യുദ്ധം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനെ അവിടെ കാണുന്നു. സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തതായി സൂചിപ്പിക്കുന്നിടത്ത് ധർമ്മത്തെക്കുറിച്ച് മഹാഭാരതം തന്നെ സന്ദേഹമല്ലേ ഉണർത്തുന്നത്? ആ സന്ദേഹം പിന്നെ ചോദ്യം ചെയ്യലായി വളർന്നു. ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ശക്തമായി നടത്തിയത് നമ്മുടെ ഗുരുവാണ് എന്നതാണ് സത്യം. സനാതനധർമ്മത്തിൻ്റെ രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ പല പരിഷ്കാരങ്ങളും തിരുവിതാംകൂറിൽ വരുത്തിയത്. ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പഴയ രാജവാഴ്ചക്കാലമാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ജനാധിപത്യം അലർജിയാണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത്? സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴിയെന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത്. ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഒരു വിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലല്ലോ. ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ. ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ? ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ. ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി. എന്ന് പറഞ്ഞാൽ ഗോവിനും, അതായത് പശുവിനും, ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം. ഇതൊന്ന് ചേർത്ത് വായിക്കുക. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. എത്രയധികം ചേർന്നു പോകുന്നു. ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന സനാതനത്വത്തിൻ്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക. അക്കാലത്ത് നിലനിന്ന സാമൂഹ്യ അനീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാനാവുമോ? അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് രാഷ്ട്രീയാധികാരത്തിൻ്റെ രക്ഷാകർതൃത്വം അതിനുണ്ടായിരുന്നു. ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതും. അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതനധർമ്മവാദം. അതായിക്കോട്ടെ, പക്ഷേ ഗുരുവിനെ അതുമായി ചേർത്ത് വെക്കേണ്ട കാര്യമില്ല.
ഒരാശയത്തെ നമ്മൾ പിന്തുടരേണ്ടത് ലോകത്തിനാകെ വെളിച്ചം പകരുകയും ആ ആശയം ലോകത്തിനാകെ വെളിച്ചം പകരുകയും അത് മനുഷ്യജീവിതങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ്. ആ ആശയം കാരണം മനുഷ്യൻ ദുഃഖിക്കാനും കഷ്ടപ്പെടാനും തുടങ്ങുന്നുവെങ്കിൽ അതിനെ സ്വാഭാവികമായും അകറ്റി നിർത്തണം. അങ്ങനെ എത്രയെത്ര ആശയങ്ങളാണ് കാലത്തിനൊപ്പം നവീകരിക്കപ്പെടാത്തതുകൊണ്ട് വിസ്മൃതിയിൽ ആണ്ടുപോയത്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അദ്ദേഹം ജനിച്ചു ജീവിച്ച സഹസ്രാബ്ദത്തെയും കടന്ന് ലോകത്തിനാകെ വെളിച്ചം പകരുകയാണ്. അതിലുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം. ആ യുഗപ്രഭാവൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നടത്തപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനവും അങ്ങനെ മഹത്വമാർജിക്കുന്നു.